ഹലോ വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റിലുള്ള ചിക്കൻ ടിക്ക സമൂസ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ടിക്ക തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 200 ഗ്രാമോളം ഉണ്ടാവും. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണോളം തൈര് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലിയും ഒരു 1/3 ടീസ്പൂണോളം ക്യൂമീൻ പൗഡറും 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും പിന്നെ ഒരു 2 നുള്ള് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/3 ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കൈ വെച്ചൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ടിക്കൻ്റെ ഒരു കളറൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാം. പക്ഷേ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഈ കളർ ചേർക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ആ ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് കുറച്ച് നല്ല ടേസ്റ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ ഇതിൽ. ഇനി നമുക്ക് ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കന് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇരുവശവും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിലായി കൊടുത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് വെള്ളമൊക്കെ വാർന്നു പോവാതെ ആണ് നമ്മളിത് മാരിനേറ്റ് ചെയ്തെങ്കിൽ വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് തുറന്ന് വെച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടൊരു 1/2 കപ്പ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കന് ഒരുപാട് കുക്ക് ചെയ്തെടുത്താൽ ഇത് ഹാർഡായി പോവും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചിക്കനിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഉള്ളി മാത്രമേ നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി വെജിറ്റബിൾസ് ഓവർ കുക്കാക്കി എടുക്കരുത്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് ക്യാബേജും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടീസ്പൂണ് ഹോട്ട് സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഹോട്ട് സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിപ്പിയിലോട്ട് ഈ ഒരു ടീസ്പൂണ് കറക്റ്റ് അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/3 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം ക്യാബേജും ഒക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് ഓവർ കുക്ക് ആക്കി എടുക്കരുത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാല കൂടിയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും വ്യത്യസ്തമാണ്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സമൂസ ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ഇതുപോലെ റോൾ ചെയ്തെടുത്തും ഈ ഒരു ഫില്ലിങ് വെച്ചെടുത്തും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ് തോട്ടില്ല റാപ്പ് ചെയ്തെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റിയാണിത്. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റ് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച്
മൈദൻ്റെ ഒരു മിക്സ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ 2 ദിവസം ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു മാസം വരെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രോസൺ ആക്കി എടുക്കാവുന്നതാണ്. അപ്പം അത് നല്ല എയർ ടൈറ്റിന് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഒരിക്കലും ഐസ് ഉള്ളിൽ എത്താത്ത രീതിയിൽ വേണം നമ്മൾ ഫ്രോസൺ ചെയ്തെടുക്കുകയാണെങ്കിൽ വെക്കേണ്ടത്. നമ്മളിത് ഫ്രോസൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഇത് നല്ല പോലെ ചൂടായിട്ടുള്ള ഓയിലോട്ട് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതുപോലൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുത്ത് എണ്ണയൊക്കെ പോയതിന് ശേഷം മാത്രം അടിച്ചു വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സമൂസ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു സമൂസക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻ.